കേരളം വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കേരളം ഏത് മുന്നണിക്കൊപ്പം? ജനപ്രീതി, സാധ്യതകൾ, ട്രെൻഡുകൾ എല്ലാം പക്ഷമില്ലാതെ മൈഫിൻ TV നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് അവലോകനം, പോൾ പൾസ്. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന നിർണായക ദിനമാണ് നാളെ. കേരള നിയമസഭയെയും പുതിയ സർക്കാരിനെയും തിരഞ്ഞെടുക്കാൻ കേരളം ബൂത്തിലേക്ക് നീങ്ങുകയാണ്. ആവേശവും ആകാംക്ഷയും ഉയർന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊടുവിൽ എല്ലാ മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ്. ശക്തമായ പ്രചാരണങ്ങളും വിവാദങ്ങളും നിറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം വോട്ടർമാർ വിധി എഴുതാൻ തയ്യാറായി നിൽക്കുകയാണ്. വിശദാംശങ്ങളുമായി വിവേക് കീർത്തിയാണ് ചേരുന്നത്. വിവേക്, 140 മണ്ഡലങ്ങളിലുമായി വോട്ടെടുപ്പിനുള്ള മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായോ? സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും എങ്ങനെയൊക്കെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്? അവസാന നിമിഷത്തിലെ രാഷ്ട്രീയ ട്രെൻഡുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ആർക്കാണ്, ഏത് മുന്നണിക്കാണ് മുൻതൂക്കം? കേരളത്തെ രാഷ്ട്രീയ ചൂടിലാക്കി 23 ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ട് നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്. 3 മുന്നണികളും ശക്തമായ പോരാട്ടമാണ് ഇത്തവണ കാഴ്ചവെച്ചത്. അവസാന നിമിഷ വോട്ടുകൾ അവരുടെ കീശയിലാക്കാനുള്ള ശ്രമത്തിലാണ് 3 മുന്നണികളിലും പ്രവർത്തകരും സ്ഥാനാർത്ഥികളും എല്ലാം. എന്തായാലും നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്. 140 മണ്ഡലങ്ങളിലായി 30,495 ബൂത്തുകളിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുക. ആകെ 883 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ് നടത്തുക. 53,984 സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ 2,71,96,936 വോട്ടർ സമ്മതിദായകരാണ് ഉള്ളത്. പോളിംഗ് സാധനങ്ങളുടെ വിതരണം ഇന്ന് രാവിലെ നടന്നു കഴിഞ്ഞു. 43 കേന്ദ്രങ്ങളിലായിട്ടാണ് ഇത് വിതരണം ചെയ്തത്. 1.46 ലക്ഷം ഉദ്യോഗസ്ഥരെയും ഈ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, എറണാകുളം ജില്ലകളിലായി 24 സഹായ പോളിംഗ് ബൂത്തുകൾ കൂടി സജ്ജീകരിച്ചിട്ടുള്ളതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രക്തൻ യു കേൽക്കർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ബൂത്തിൽ പരമാവധി 1200 വോട്ടർമാർ എന്ന നിബന്ധന പാലിക്കാനായി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 5000 ബൂത്തുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും 2040 പ്രശ്നബാധിത ബൂത്തുകളുടെ സുരക്ഷ 160 കമ്പനി കേന്ദ്ര സേനയ്ക്കാണ്. ഇവരും കേരള പോലീസും സ്പെഷ്യൽ പോലീസും വോളണ്ടിയറും ഉൾപ്പെടെ 76,000 പേരാണ് സുരക്ഷ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒഴുക്കുക. ഇന്നലെ മുതൽ വോട്ടർമാർ തീരുമാന അഭിപ്രായ വോട്ടെടുപ്പുകളൊക്കെ പല നടക്കുകയുണ്ടായി. എക്സിറ്റ് പോളുകൾ പല വിഭാഗങ്ങളുണ്ടായി. 3 മുന്നണികളിൽ UDFും LDFും ഒരു ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു വലിയ മാർജിനിൽ ആരും ജയിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വരുന്നില്ല. LDF ആണെങ്കിലും ഒരു 64 മുതൽ 70 സംതിങ് സീറ്റ് വരെയും, UDF ആണെങ്കിലും 63 മുതൽ 74 വരെ അല്ലെങ്കിൽ 75 വരെ ഇത്ര സീറ്റുകൾക്കായിരിക്കും രണ്ട് കൂട്ടർക്കും ഉള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും LDF തങ്ങളുടെ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുടർ ഭരണത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടും മുൻ ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥതയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് UDF ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. എന്നാൽ NDA മാറി മാറി വന്ന് ഭരിച്ചിട്ടും കേരളത്തിന് ഒരു വികസനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ LDFും UDFും മാറി പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ NDAയും പ്രചരണം തകർക്കുകയും ചെയ്തു. എന്തായാലും 3 മുന്നണികളും ശക്തമായ ഒരു പ്രചരണമാണ് നടത്തിയത്. ഇതിനിടയിൽ വിവാദങ്ങൾ പലതും ഉണ്ടായി. വികസനങ്ങൾക്കൊപ്പം വിവാദങ്ങളും ഉണ്ടായി. അതോടെ തന്നെ ഈ സപ്പോർട്ടിംഗ് രീതി, ഒരു പാർട്ടിക്ക് വേണ്ടി മറ്റൊരു പാർട്ടി വോട്ട് മറിക്കുന്നു എന്നുള്ള വിവാദങ്ങൾ വരെ ഉണ്ടായി. എന്തായാലും നാളെ കേരളം ബൂത്തിലേക്ക് പോവുകയാണ്. അവസാന നിമിഷം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പണം കൊടുത്ത വോട്ട് നേടുന്നു എന്നുള്ള വിവാദങ്ങൾ വരെ കത്തിക്കേറി. പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ പണം നൽകി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നു. എന്നാൽ അത് നിഷേധിച്ചുകൊണ്ട് അവർ രംഗത്തെത്തി. ഇതൊരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള വാർത്തയാണെന്ന് വരെ പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തുകയും ചെയ്തു. എന്തായാലും ഇതിനെതിരെ പരാതിയുമായ രംഗത്ത് പാർട്ടികളും ശോഭാ സുരേന്ദ്രനും ഇതിനെതിരെ പോകുന്നുണ്ട്. എന്തായാലും ഇത്തവണത്തെ ഒരു ശക്തമായ ഒരു പ്രചരണമായിരുന്നു. എന്നാൽ ഈ 3 മുന്നണികളിലും ആര് ഭരണം നേടുന്നുള്ളത് കേരളം ഉറ്റുനോക്കുകയാണ്. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ഒരു മുന്നണിക്കും ഒരു ശക്തമായ ഒരു വേരോട്ടം ഇല്ലെന്നാണ്. 3 മുന്നണികളും തങ്ങൾക്ക് അവകാശപ്പെടുമ്പോഴും LDF അവകാശപ്പെടുന്നു നമ്മൾ വീണ്ടും വരുമെന്ന് പറയുമ്പോഴും ഭരണമാറ്റം ഉണ്ടാകുന്ന UDF പറയുമ്പോഴും ചില ഫലങ്ങൾ സൂചിപ്പിക്കുന്ന ഒരാൾക്കും വ്യക്തമായ തേരോട്ടം ഇല്ലെന്ന് തന്നെയാണ് ഫലങ്ങൾ പറയുന്നത്. എന്തായാലും BJP പറയുന്നത് നിർണായക സാന്നിധ്യമാകും, ഭരണ
നിർവഹണത്തിന് തങ്ങളുടെ സഹായം വേണ്ടി വരും. തുടർ ഭരണം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ഭരിക്കണമെങ്കിൽ തങ്ങളുടെ സഹായം വേണ്ടി വരും. അതുപോലെ ഭരണനിർവഹണത്തിന് ചിലപ്പോൾ തങ്ങളുടെ സാന്നിധ്യം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ BJPയും ഇത്തവണ തങ്ങളുടെ നിലപാടുകളെല്ലാം നിർണായകമാകും. തങ്ങളുടെ വോട്ടിങ്ങും കൂടുതൽ ശക്തമായിട്ട് തന്നെ ഇതിനകത്ത് ഭരിക്കും എന്ന് പറയുന്നു. എന്തായാലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശ്രദ്ധിക്കുമ്പോൾ LDFിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ പലതും പിടിച്ചെടുക്കാൻ UDF വൻ പ്രചാരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ UDFിൻ്റെ പ്രചാരണ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാൻ LDFും, എന്നാൽ താമര കൂടുതൽ വിരിയിപ്പിക്കാനായിട്ട് NDAയും ശക്തമായ പ്രചരണം നടത്തിയിട്ടുണ്ട്. എന്തായാലും 2021 LDFിൻ്റെ വോട്ടിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ 45.43% വോട്ടാണ് ഓടുകൂടി 99 സീറ്റുകൾ നേടിയാണ് ഭരണ തുടർച്ച ഉറപ്പാക്കുന്നത്. UDF അന്ന് നേടിയ വോട്ട് വിഹിതം 39.41%. അന്ന് 41 സീറ്റുകളിലാണ് വിജയിച്ചു കയറിയത്. അന്ന് NDAയുടെ വോട്ട് ശതമാനം 11.3%. വോട്ട് വിഹിതത്തിന് മുൻവർഷത്തെ അപേക്ഷിച്ച് നേരിയ കുറവ് NDAക്ക് ഉണ്ടായി. പക്ഷേ ഇത്തവണ അത് ഉണ്ടാകില്ലെന്ന് NDA പറയുന്നു. എന്തായാലും ഇത്തവണത്തെ ഫലം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തും. ഭരണമാറ്റമുണ്ടാകുമോ, ഭരണ തുടർച്ചയുണ്ടാകുമോ, മറ്റൊരു മുന്നണി വരുമോ എന്നുള്ളത് നമുക്ക് നാളെ കഴിയുമ്പോൾ ഈ വോട്ടിൻ്റെ ഫലം വരുന്നതോടെ ചിത്രം വ്യക്തമാകും. എന്തായാലും നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.